അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് മുൻ സെക്രട്ടറി ചമ്പത് റായിയെ വെട്ടിലാക്കി മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ പരാതി. താൻ സമർപ്പിച്ച 5 കോടി രൂപ വിലമതിക്കുന്ന സ്വർണത്തിൽ പൊതിഞ്ഞ രാമചരിതമാനസ് കാണാനില്ലെന്നാണ് ലക്ഷ്മി നാരായണൻ SITക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ചമ്പത് റായിയിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്നും ലക്ഷ്മി നാരായണൻ തുറന്നു പറഞ്ഞു. അതിനിടെ അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ പ്രിയങ്ക ഗാന്ധി അടക്കം പ്രതിപക്ഷ നേതാക്കളുടെ മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് VHP അയോധ്യ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി. കൊള്ളയിൽ അന്വേഷണം തുടരുന്നതിനിടെ ക്ഷേത്ര ട്രസ്റ്റ് യോഗം നാളെ ചേരും. ക്ഷേത്ര ട്രസ്റ്റിനും മുൻ സെക്രട്ടറി ചെമ്പത് റായിക്കുമെതിരെയാണ് മുൻ ആഭ്യന്തര സെക്രട്ടറി ലക്ഷ്മി നാരായണന്റെ തുറന്നു പറച്ചിൽ. താനും കുടുംബവും 2024 ഏപ്രിലിൽ സമർപ്പിച്ച രാമചരിതമാനസിനെ കുറിച്ച് ഒരു വിവരവുമില്ലെന്നാണ് ലക്ഷ്മി നാരായണന്റെ പരാതി. സ്വർണം പൊതിയുകയും രത്നം പതിപ്പിക്കുകയും ചെയ്ത 1000 പേജുള്ള ശ്രീരാമ പ്രകീർത്തനമായ രാമചരിതമാനസിന്റെ തൂക്കം 151 കിലോയാണ്. ഇതിന് 5 കോടി വിലമതിക്കും. ആദ്യ ദിനങ്ങളിൽ പ്രതിഷ്ഠയ്ക്ക് സമീപം പൂജയ്ക്കായി വെച്ചിരുന്ന രാമചരിതത്തിന്റെ ഫോട്ടോ തനിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് അപ്രത്യക്ഷമായി. ഇക്കാര്യത്തിൽ വ്യക്തത തേടി പലതവണ കത്തയച്ചു. അയോധ്യയിൽ 4 തവണ സന്ദർശനം നടത്തി. എന്നിട്ടും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്നും ലക്ഷ്മി നാരായണൻ പറഞ്ഞു. ചെമ്പത് റായിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് തോന്നുന്നത് ചെയ്യുമെന്നായിരുന്നു പ്രതികരണമെന്നും ലക്ഷ്മി നാരായണൻ ആരോപിച്ചു. കൊള്ള പ്രതിരോധത്തിലാക്കിയിരിക്കെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ മൊഴിയെടുക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയാണ് VHP. ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനം എന്തെന്നാരായുമെന്നും അനുബന്ധ രേഖകൾ ചോദിക്കണമെന്നും VHP അന്താരാഷ്ട്ര പ്രസിഡന്റ് ആലോക് കുമാർ അയോധ്യ ജില്ലാ പോലീസ് മേധാവി അശുതോഷ് തിവാരിക്ക് നൽകിയ കത്തിൽ പറയുന്നു. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ്, ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് തുടങ്ങിയവരുടെ പേരുകളാണ് കത്തിൽ പരാമർശിക്കുന്നത്. വിവാദങ്ങൾക്കിടെ ക്ഷേത്ര ട്രസ്റ്റ് യോഗം നാളെ ചേരും. SIT അന്വേഷണവും ട്രസ്റ്റിലെ CEO നിയമനവും യോഗത്തിൽ ചർച്ചയാകും. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.